ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഹെവി എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് എന്നാണ്. അതായത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയും ആ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് സഫറിങ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും എന്തോ ഒരു ചേഞ്ച് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മാരേജോട് കൂടിയുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള ആ ഒരു ആക്ഷന് വേണ്ടിയായിരിക്കാം ഇവർ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും മാരേജിനായാലും കമ്മിറ്റ്മെൻറ്റിനായാലും ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വലിയൊരു ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഇമോഷൻസ് വളരെ കൂടുതലായിരിക്കും ഇവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നേരെ വളരെയധികം അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ആരൊക്കെ വരുന്നുണ്ടോ അവരെയെല്ലാം ഹേർട്ട് ചെയ്യുന്ന ഉള്ള അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ആരൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അവരോടെല്ലാം വളരെ മോശമായ രീതിയിൽ അവരെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലായിരിക്കും ഇവർ ആൻസർ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടായാലും പറയുന്നത് ഇങ്ങനെയായിരിക്കും: നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ഇല്ല എങ്കിൽ പോകാം, എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കിഷ്ടമുള്ളവരുടെ ആളുടെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ അവരുടെ മുഖത്തടിച്ചതുപോലെ ആൻസർ ഇന്നത്തെ ദിവസം തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അത് തേർഡ് പാർട്ടി നിങ്ങളെയും ഇവരെയും തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും ഇവരുടെ ഭാരം ഇറക്കി വയ്ക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇനി എനിക്ക് ഇങ്ങനെ ഈ ഭാരം ചുമക്കാൻ വയ്യ, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഭാരം ഇറക്കി വെക്കണം, എന്നിട്ട് എനിക്കിഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കണം, ആ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം ഇവർ ഉള്ളത്. ഈ മാസത്തെ ആ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് വളരെ ഹെവി എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സണ് കൊടുത്തത്. അത് കാരണമാണ് ഇവർക്ക് ഇന്നത്തെ ദിവസവും ഇത്ര ഹെവി എനർജി. കൂടാതെ നമ്മുടെ ശനി ഭഗവാനും ചന്ദ്രഭഗവാനും ഗ്രഹങ്ങൾ തമ്മിൽ മാറിയിട്ടുണ്ട്, രാശി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഒരു ഹെവി എനർജി നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. കാർമിക ട്രിഗർ പെട്ടെന്ന് ഉണ്ടാകും. കാർമിക്ക് ചുമ്മാ ഇരിക്കുന്നതായിരിക്കും, സഡനായിട്ട് കാർമിക്ക് വന്ന് ട്രിഗർ ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ ഒരു ന്യൂ മൂണിൻ്റെ ആ ഒരു ഹെവി എനർജി കാരണമാണ് ഇവർക്ക് ഇത്രയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ കുറച്ചെങ്കിലും ഭാഗം നിങ്ങൾക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയെന്ന് അപ്പോഴാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത്. പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ തേർഡ് പാർട്ടി അവസാനിക്കും. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ട്രിഗർ തന്നിട്ട് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് നേരെ ഡിസിഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഡിസിഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയുമാണ് എങ്കിൽ ഇവർ ലവ് ചെയ്യുന്ന ആളെ ചൂസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബാലൻസിലിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവരോട് വഴക്കിടാനൊന്നും പോകരുത്. 2 ദിവസം ഹെവി എനർജി ആയിരുന്നു ഇന്നലെ എന്നും. ഇനി വരാൻ പോകുന്ന സമയം നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ. ട്രൂ ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളോട് ഒരു ചാൻസ് ചോദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ ഇനി നിങ്ങളോട് പഴയതുപോലെ ഒരു തെറ്റും ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഒരു ചാൻസും കൂടെ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ ഇവരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ തമ്മിൽ ഒന്നാക്കിയത് ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒന്നാവണമെന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഒന്നാക്കിയത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇനി എങ്ങനെയെങ്കിലും ഒന്നായി കുടുംബജീവിതം നയിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ്. നിങ്ങൾ ഭാഗത്ത് ശരിയുണ്ട് എങ്കിൽ നിങ്ങൾ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാനും തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും റിലീസാക്കി കളയാനും വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ന വ്യക്തികളുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹം, നിങ്ങൾക്കതിന് സമ്മതമില്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഞാൻ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പോകും എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലിയാണ് തേർഡ് പാർട്ടി എങ്കിൽ ഫാമിലിയോട് പറയുകയാണ് ഞാൻ പോയി എൻ്റെ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് ജീവിക്കും എന്നുള്ള രീതിയിൽ ഫാമിലിയോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. ഇനി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അങ്ങനെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ വൈഫിനോടോ ഹസ്ബൻഡിനോടോ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും സമാധാനപരമായിട്ട് അവസാനിപ്പിക്കാൻ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ ഇവർ എൻഡാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടെ ബ്ലോക്കേജസ് ഹീലായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, അത് കാരണമാണ് ബ്ലോക്കേജസ് ഹീലായിട്ടുള്ളതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറായതും അതുകൊണ്ടാണ്. ബ്ലോക്കേജസ് ഒരു പരിധിവരെ ഹീലായിട്ടുണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലും സെപ്പറേഷനിലാണ് എങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിസ്സിങ് എനർജി സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ഒരു റീഡിംഗ്. ഇനി കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ 24 മണിക്കൂർ നിങ്ങളുമായിട്ട് വളരെ നല്ല എനർജിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ ഹെവി എനർജിയിലാണ് പോകുന്നത്. അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം, വഴക്ക്, പിണങ്ങിയിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ. ഒരു വീട്ടിലായാലും ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെവി എനർജിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന സമയം എല്ലാം നേരെയാകും. 24 മണിക്കൂർ വളരെ നല്ലൊരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുക വരാൻ പോകുന്ന സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ഫേവറിൽ വരും. വരാൻ പോകുന്ന 24 അവേഴ്സിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളെ ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഇല്ല. അത് കാരണം അവർ പറയുകയാണ് കുറച്ചും കൂടെ എനിക്ക് സമയം തരണം നിങ്ങൾ എന്നാണ്. കാരണം ഇവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി 24 മണിക്കൂറിനുള്ളിൽ റെസൊണേറ്റ് ആകും. അപ്പോൾ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഡോർസ് ഉണ്ട്. ആ ഡോർസ് ശരിയായ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കടക്കും എന്നാണ്. അതുവരെ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ ശരിയായ ഒരു ടൈം വേണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും തെറ്റായ ഡോർ ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. അപ്പോൾ പറയുന്നത് ഏഞ്ചൽസ് എന്തെന്ന് വച്ചാൽ ശരിയായ ടൈം വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡോർ തുറക്കും നിങ്ങളുടെ മുന്നിൽ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അനാവശ്യമായിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ സോളിന് വേണ്ടി ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈമാണ് ഇത് എന്നാണ് പറയുന്നത് ഏഞ്ചൽസ്. അതായത് നിങ്ങളുടെ സോൾ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈമാണ്. കൂടാതെ ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ കാത്തിരിക്കുന്നത് അതിൽ സംശയം നിങ്ങൾ ഒരിക്കലും വയ്ക്കരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും പോലെ നടക്കും, പക്ഷേ സംശയം ഒരിക്കലും പാടില്ല. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം എപ്പോഴും തുറന്നു വയ്ക്കുക. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. അതായിരിക്കും ശരിയായത്. അതായത് മനസ്സ് പറയുന്നതും ഹൃദയം പറയുന്നതും നോക്കിയിട്ട് ഹൃദയം പറയുന്നത് കേൾക്കുക. ഹൃദയം പറയുന്നതാണ് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.